വളരും തോറും പിളരുന്ന പാർട്ടി എന്ന വിശേഷണമാണ് കേരള കോൺഗ്രസിന് ഏറ്റവും അനുയോജ്യം. രൂപീകരണത്തിന് ശേഷം 5 പതിറ്റാണ്ടിനിടെ 13 വട്ടമാണ് ആ പാർട്ടി പിളർന്നത്. ഓരോ നേതാക്കളും അവരുടെ താല്പര്യത്തിനനുസരിച്ച് മുന്നണി മാറുന്നു, പാർട്ടി വിടുന്നു. പിന്നീട് മറ്റൊരു ബ്രാക്കറ്റ് പാർട്ടിയായി കേരള കോൺഗ്രസ് പിറക്കുന്നു. ഇതാണ് ആ പാർട്ടിയുടെ ചരിത്രം. 1960കളിൽ കോൺഗ്രസിലെ അസംതൃപ്തരായ നേതാക്കൾ ഒത്തുകൂടിയാണ് കേരള കോൺഗ്രസിന് രൂപം നൽകിയത്. KM ജോർജിൻ്റെ നേതൃത്വത്തിൽ ആ പാർട്ടി പിറന്നു. ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ 25ലധികം സീറ്റുകൾ നേടി വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ആ പാർട്ടിക്ക് കഴിഞ്ഞു. കർഷകരുടെയും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെയും കുടിയേറ്റ മേഖലയിലെ ജനങ്ങളുടെയും ശബ്ദം അധികാര കേന്ദ്രങ്ങളിൽ എത്തിക്കുക എന്നതായിരുന്നു ആ പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് കേരള കോൺഗ്രസിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നത് ചോദ്യചിഹ്നം. കേരള കോൺഗ്രസിൽ സംഭവിക്കുന്നത് എന്താണ്? കേരള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ ജോസ് ചെമ്പേരിയോട് കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. കേരള കോൺഗ്രസ് ബിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ജോസ് ചെമ്പേരി. അദ്ദേഹം കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ടു. എന്താണ് ഇതിന് കാരണം? ഇതൊക്കെ അദ്ദേഹം തുറന്ന് നമ്മളോട് സംസാരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ പ്രേക്ഷകർക്കും കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിലേക്ക് സ്വാഗതം ജോസ് ചെമ്പേരി. താങ്കൾ കേരള കോൺഗ്രസ് ബിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ടു. എന്താണ് പാർട്ടി വിടാനുണ്ടായ കാരണം? ശ്രീ ഗണേഷ് കുമാറും ഞാനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമല്ല. ഞാൻ 70-ൽ കേരള കോൺഗ്രസിൽ പ്രവർത്തനം ആരംഭിച്ച ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു സീനിയോറിറ്റി ഉള്ള ആളെന്ന് കേരള കോൺഗ്രസിലെ PJ ജോസഫ് സാറേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം. 1964 ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന പാർട്ടി പിറന്നത് കേരളത്തിലാണ്. അത് കോൺഗ്രസിനോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. KM ജോർജ് ചെയർമാനും R ബാലകൃഷ്ണപിള്ള ജനറൽ സെക്രട്ടറി ആയിട്ടാണ് തുടക്കത്തിലതിൻ്റെ രൂപീകരണം. അതേസമയം സമാനമായി ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ഇതുപോലുള്ള പാർട്ടികൾ രൂപീകരിച്ചു. ബംഗാളിൽ അത് ബംഗ്ലാ കോൺഗ്രസ്, ഒറീസയിൽ ഉത്കൽ കോൺഗ്രസ്, അങ്ങനെ പല പാർട്ടികളും ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഉഗ്രപ്രതാപിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സൂര്യ തേജസ്സിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മാസങ്ങൾക്കുള്ളിൽ അത് അസ്തമിച്ചു പോയി. കേരള കോൺഗ്രസ് ഇവിടെ പിടിച്ചു നിന്നു. ഒരു കാരണം കേരള കോൺഗ്രസ് അന്ന് മുന്നോട്ട് വെച്ച ചില ആശയങ്ങളാണ്. പാർട്ടി അന്ന് പറഞ്ഞു, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പൊളിച്ചെഴുതണം, സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങളും വരുമാന മാർഗങ്ങളും ലഭ്യമാക്കണം, സംതൃപ്തമായ സംസ്ഥാനങ്ങളും സുശക്തമായ കേന്ദ്രവുമാണ് കേരള കോൺഗ്രസിൻ്റെ ലക്ഷ്യം എന്ന് ഇതിൻ്റെ നേതാക്കൾ പ്രഖ്യാപിച്ചപ്പോൾ കേരള കോൺഗ്രസിലൊരു പ്രാദേശിക കക്ഷിയാണെങ്കിൽ ദേശീയ വീക്ഷണമുള്ള ഒരു കക്ഷി എന്ന നിലയ്ക്ക് അതിനെ എല്ലാവരും അംഗീകരിച്ചു. താങ്കൾ പറഞ്ഞ പോലെ പാർട്ടി പിളർന്ന മാസങ്ങൾക്കുള്ളിലാണ് പൊതുതെരഞ്ഞെടുപ്പ് വരുന്നത്. ഒറ്റയ്ക്കാണ് നിന്നത്. 25 സീറ്റുകൾ നേടിക്കൊണ്ട് പാർട്ടി എൻ്റെ ശക്തി തെളിയിച്ചു. അന്ന് കേരള കോൺഗ്രസ് കൃഷിക്കാരൻ്റെ ആശയും പ്രതീക്ഷയുമായിരുന്നു, കൃഷിക്കാരുടെ ശബ്ദമായിരുന്നു. കൃഷിക്കാരെന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിലെ നെൽകർഷകർ, അതുപോലെ റബ്ബർ കർഷകർ, തൃശ്ശൂരെ കോൾ നെല്ലുകളിലെ കർഷകർ, മലയോര കർഷകർ. അന്ന് കേരള കോൺഗ്രസിനെ പലരും വിശേഷിപ്പിച്ചത് ഇത് തോട്ടമുടമകളുടെയും കുട്ടനാട്ടിലെ കായൽ രാജാക്കന്മാരുടെയും പാർട്ടി എന്നാണ് വിശേഷിപ്പിച്ചത്. ഞങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചു, ഒരു കുഴപ്പമില്ല. 70കളിലെ ശ്രീ KM മാണി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി. അപ്പം ഞാനൊക്കെ വിളിച്ച മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ KM ജോർജ്, KM മാണി, R ബാലകൃഷ്ണപിള്ള അല്ലെ RB പിള്ള സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിച്ചാൽ വളർന്നത്. മാണി സാർ ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ആയതോടെ പാർട്ടിക്ക് കുറേ കൂടി ഒരു താത്വിക അടിത്തറയുണ്ടായി.
ഞാനിപ്പോഴും ഓർമ്മിക്കുന്ന 1973 ശ്രീ കെ എം മാണി ആലുവായിൽ വെച്ച് ഒരു സാമ്പത്തിക പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയം തന്നെ അറിയപ്പെടുന്നത് ആലുവ സാമ്പത്തിക പ്രമേയം എന്നാണ്. ആ പ്രമേയം അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ എടുത്തു പറഞ്ഞ കാര്യം, ഉൽപ്പാദന മേഖലയിലേക്ക് സ്വകാര്യ മേഖല മാത്രം പോരാ, ഉൽപ്പാദന മേഖലയിലേക്ക് പൊതുമേഖല കൂടി കടന്നു വരണം. അതിനന്ന് കൊടുത്ത ഒരു വിശേഷണം എന്ന് പറയുന്നത്, അത് പൊതുമേഖല കൂടി കടന്നു വന്നു കഴിയുമ്പോൾ സ്വകാര്യ മേഖലയും പൊതുമേഖലയും തമ്മിൽ ഉൽപ്പാദന രംഗത്തൊരു വലിയ മത്സരമുണ്ടാകും. ആ മത്സരത്തിൻ്റെ ഫലമായി മെച്ചപ്പെട്ട സാധനങ്ങൾ കുറേ കൂടി കുറഞ്ഞ വിലയ്ക്ക്, മത്സരം അങ്ങനെയാണല്ലോ, ജനങ്ങൾക്ക് കിട്ടും. ഒരു കാര്യം കൂടി അദ്ദേഹം ആ പ്രമേയത്തിൽ പറഞ്ഞു, അവശ്യ സാധനങ്ങൾ ഉൽപ്പാദന രംഗത്തേക്ക് പൊതുമേഖല കൂടി കടന്നു വന്നാൽ മാത്രം പോരാ, അതിൻ്റെ വിതരണ രംഗത്തേക്ക് സഹകരണ മേഖല കൂടി കടന്നു വരണം. അപ്പം അന്ന് അച്യുതമേനോൻ അന്ന് മുഖ്യമന്ത്രി, പത്രക്കാർ ചോദിച്ചു, കേരള കോൺഗ്രസിൻ്റെ ആലുവ സാമ്പത്തിക പ്രമേയത്തെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത് പാസ്സാക്കിയ അവരുടെ ഉത്തരവാദിത്തമുള്ള പ്രമേയത്തെക്കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അതോടെ കേരള കോൺഗ്രസിന് ആകെപ്പാടെ ഒരു വല്ലാത്തൊരു ഉണർവുണ്ടായി. താത്വികമായിട്ടും കാർഷിക മേഖലയും എല്ലാ മേഖലയിലും അത് കേരള കോൺഗ്രസിൻ്റെ ഒരു വളർച്ച. അപ്പോൾ ആദ്യകാലത്തൊക്കെ ഈ CM സ്റ്റീഫനൊക്കെ പറഞ്ഞത് ഒരു പഴത്തൊലി പാർട്ടിയാണ്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ ഈ പഴത്തൊലിയെ ചവിട്ടി സ്റ്റീഫൻ വീടുമെന്ന് KM ജോർജ് സാർ പറഞ്ഞു, ചെയർമാൻ. സംഭവിച്ചു. ഏതായാലും പിന്നെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കേരള കോൺഗ്രസിനെ കൂട്ടി മുന്നണിയിൽ ഉൾപ്പെടുത്തണമെന്ന് ഇന്ദിരാഗാന്ധി തീരുമാനിച്ചു, അന്നത്തെ പ്രധാനമന്ത്രി. അങ്ങനെ ഞങ്ങൾ അന്നത്തെ അച്യുതമേനോൻ മുഖ്യമന്ത്രിയായ കോൺഗ്രസ് ഉൾപ്പെട്ട ആ മുന്നണിയിലേക്ക് കയറി പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു. 3 പാർലമെൻറ്റ് സീറ്റുകൾ കിട്ടി. R ബാലകൃഷ്ണപിള്ള, കോട്ടയത്ത് വർക്കി ജോർജ്, മൂവാറ്റുപുഴയിൽ എം എൻ ജോസഫ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിലും 70-ലെ തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക് ചെയ്യുന്നത് 14 MLA-മാരും 3 MP-മാരുമുള്ള ഒരു പാർട്ടിയായി ഇതങ്ങ് വളർന്നു. തുടർന്ന് ഇന്ദിരാഗാന്ധി ആഗ്രഹിച്ചു, അടിയന്തരാവസ്ഥ വന്നു. അടിയന്തരാവസ്ഥയിൽ KM ജോർജും R ബാലകൃഷ്ണപിള്ളയൊക്കെ ജയിലിൽ കിടക്കുകയായിരുന്നു. മാണി സാറ് പാർട്ടിയെ നയിക്കണമെന്നുള്ളത് കൊണ്ട് ജയിലിൽ പോകാതെ പുറത്തു നിന്ന് പാർട്ടിയെ നയിച്ചു. അപ്പം ഇന്ദിരാഗാന്ധിക്ക് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തോന്നി, കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ അച്യുതമേനോൻ സർക്കാരിൻ്റെ അടിത്തറ കുറേ കൂടി ബലവത്താകണമെങ്കിൽ കേരള കോൺഗ്രസ് കൂടി കടന്നു വരണം. അങ്ങനെ ചില ചർച്ചകളൊക്കെ നടന്നു. മുന്നണിയിലേക്ക് വന്നു. ശ്രീ KM മാണി ധനകാര്യമന്ത്രി, R ബാലകൃഷ്ണപിള്ള ട്രാൻസ്പോർട്ട് ആൻഡ് എക്സൈസ് മന്ത്രി, അങ്ങനെ വന്നു. അതുപോലെ മരിച്ചുപോയ ഞങ്ങളുടെ ഒരു നേതാവ്, അദ്ദേഹം സ്പീക്കറായി, പേര് ഞാൻ പറയാം, പേര് ഞാൻ അവർക്ക് വരും, അദ്ദേഹം സ്പീക്കർ. അങ്ങനെ 2 മന്ത്രിസ്ഥാനവും 1 സ്പീക്കർ സ്ഥാനവും കേരള കോൺഗ്രസ് ലഭിച്ചു. അങ്ങനെ അത് വളർന്നു. കേരള കോൺഗ്രസിൻ്റെ വളർച്ച കണ്ടപ്പോൾ ചില ബാഹ്യശക്തികൾക്ക് ഇതിനെ ഒന്ന് പിളർത്തണമെന്ന് തോന്നി. അതിനു മുമ്പ് ശ്രീ KM മാണി വീണ്ടും ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചു, അധ്വാനവർഗ സിദ്ധാന്തം. അപ്പം അതുവരെ നമ്മുടെ രാജ്യത്ത് തൊഴിലാളി മുതലാളി 2 വർഗമുള്ളൂ, തൊഴിലാളി അല്ല മുതലാളി. അതിനൊരു നിർവചനം മനസ്സിലാക്കി കൊടുക്കുന്നു. തൊഴിലാളിയും മുതലാളിയും മാത്രമല്ല, അധ്വാനിക്കുന്നവർ ഇവിടെ ഒട്ടേറെ ആളുകളുണ്ട്. ചെറുകിട കർഷകർ, ചെറുകിട കച്ചവടക്കാർ, ചെറുകിട വ്യവസായികളൊക്കെ. ചെറുകിട വ്യവസായം 5-10 പേർക്ക് തൊഴിൽ കൊടുക്കുന്നില്ലാണ്ട് അവർ വലിയ പ്രമാണിമാരൊന്നുമില്ല. ചെറുകിട വ്യവസായികൾ, സ്വന്തമായി തൊഴിൽ ചെയ്യുന്ന ആളുകൾ, അത് ഒത്തിരി ആളുകൾ. സേവന മേഖല, അതൊക്കെ അതായത് തയ്യൽ ചെയ്തി, അങ്ങനെ ഒത്തിരി ആളുകൾ. ഇവരെല്ലാം ചേർന്ന അധ്വാനവർഗമാണ്. ഈ അധ്വാനവർഗത്തിൻ്റെ മോചനമാണ് കേരള കോൺഗ്രസിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞപ്പോൾ കേരള കോൺഗ്രസ് താത്വികമായി ഒന്നുകൂടി വളർന്നു. അപ്പോൾ ഈ വളർച്ചയെല്ലാം കണ്ടപ്പോൾ
തമിഴ്നാട്ടിലന്ന് MGR ഭരിക്കുന്നു. MGR അല്ല, തമിഴ്നാട്ടിലന്ന് ധരിച്ച് കരുണാനിധിയായിരുന്നു. പിന്നീട് MGRലേക്ക് വന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ കേരളവും ഇങ്ങനെ പോകുമോ എന്നൊരു സംശയം ചില ബാഹ്യശക്തികൾക്കുണ്ടായി. അവരതിനു വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു. അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ ചില നേതാക്കൾ അതിൽ വീണു. 75 ജൂൺ 26 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അതേ 75 ഡിസംബർ 26 കേരള കോൺഗ്രസ് മന്ത്രിസഭയിൽ വരുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള ചില ഉപചാപങ്ങൾ, ചില പ്രലോഭനങ്ങൾ, പാർട്ടിയെ വളർത്തണമെന്നുള്ള ഒരു 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 വലിയ നിശ്ചയദാർഢ്യത്തോടെയുള്ള ഒരു പ്രവർത്തനത്തിൽ ഇതിൻ്റെ ഫലമായി കേരള കോൺഗ്രസ് പിളർന്നു. അന്ന് ജോർജ് ഗ്രൂപ്പും ആ രണ്ട് വിഭാഗങ്ങളുള്ള, ഒന്നിൻ്റെ നേതാവ് KM ജോർജ്, മറ്റേൻ്റെ നേതാവ് മാണി സാറ്. ബാലകൃഷ്ണപിള്ള സാർ അന്ന് ജോർജ് സാറിൻ്റെ കൂടെയാണ്. അങ്ങനെ മുന്നോട്ട് പോയി. 77 പിന്നെ അത് കഴിഞ്ഞ് ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു. 77 തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിച്ചു. അതായത് KM ജോർജ് മരിച്ചു കഴിഞ്ഞപ്പോൾ ബാലകൃഷ്ണപിള്ള എൻ്റെ ചെയർമാൻ, അന്ന് പിള്ള ഗ്രൂപ്പ് എന്നറിയപ്പെട്ടത്. 3 MLA കിട്ടു, ബാലകൃഷ്ണപിള്ള സാർ ഉൾപ്പെടെ. ഏതാണ്ട് മാണി സാറിന് 22 MLA കിട്ടുന്ന എൻ്റെ ഓർമ്മ. അവർ വീണ്ടും മുന്നണി ഭരണത്തിൽ വന്നു. അന്നത്തെ ഒരു ഓളം എന്ന് പറഞ്ഞാൽ ജനതാ ഭരണകാലം വന്നപ്പോൾ എല്ലാവരും ജനതാ പാർട്ടി ലയിക്കുക. അപ്പം അങ്ങനെ ബാലകൃഷ്ണപിള്ള സാറും ജനതാ പാർട്ടി ലയിച്ചു. അദ്ദേഹം അന്ന് ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് ചെയർമാനായിരുന്നു. O രാജഗോപാലും വൈസ് ചെയർമാനായിരുന്നു. പിന്നെ വീരേന്ദ്രകുമാർ ജനറൽ സെക്രട്ടറി, അരങ്കിൽ ശ്രീധരൻ ദേശീയ. അതൊക്കെ ചരിത്രങ്ങൾ. അത് കഴിഞ്ഞ് ഈ പിളർപ്പുണ്ടാവുന്നു കേരള അത് കോൺഗ്രസ്. കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ ജനതാ പാർട്ടി പോയി. ജനത വളർന്നപ്പോൾ വീണ്ടും ബാലകൃഷ്ണപിള്ള സാറ് പിള്ള ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിച്ചു. അപ്പോഴും 2 ഗ്രൂപ്പുകൾ കേരള കോൺഗ്രസിൽ, മാണിയും പിള്ളയും. പിള്ള ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിച്ചു. അങ്ങനെ വീണ്ടും 2 കേരള കോൺഗ്രസ്സായി. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഒരു ഇലക്ഷൻ കേസും മാണി സാറിനുണ്ടായി. അത് സംബന്ധിച്ച് പുള്ളി രാജിവെച്ചു. അന്ന് പുള്ളി ആഭ്യന്തരമന്ത്രിയാണ്. ആ സ്ഥാനം PJ ജോസഫിന് കൊടുത്തു. അപ്പം അങ്ങനെ പോയി കേസ് ജയിച്ചു. കേസ് മാണി സാറ് നിരപരാധിയാണെന്ന് വന്നു. PJ ജോസഫ് വലിയ വഴക്കൊന്നും ഉണ്ടാക്കാതെ സ്ഥാനം വിട്ടുകൊടുത്തു. അതിനിടയ്ക്കും ആരോ ചില കുത്തിത്തിരിപ്പുകളുണ്ടാക്കി. വീണ്ടും അത് മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പുമായി പിളർന്നു. പിളരുമ്പോൾ എല്ലാം ഗ്രൂപ്പെന്നാണ് പറയുന്നത്. അപ്പം 3ആയി. മാണി സാറിൻ്റെ പാർട്ടി, ജോസഫിൻ്റെ പാർട്ടി. ഇത് ഏതാണ്ട് ഒരു 15 വർഷത്തിനിടയിൽ 3 പാർട്ടികളായി മാറി. അപ്പോൾ 80 തിരഞ്ഞെടുപ്പ് വന്നു. 80 തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ഞങ്ങൾ മത്സരിച്ചു. അതിൻ്റെ ഇടയ്ക്കുള്ള ചരിത്രം ഞാൻ പറയുന്നില്ല. വേറെ ഇടയ്ക്കുള്ള ഗവൺമെൻറ്റൊക്കെ ഉണ്ടായി. മാണി സാറും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലേക്ക് വന്നു. AK ആൻ്റണി വന്നു. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് ശക്തമായി തിരിച്ചു വന്നു. അന്ന് ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി ജയിച്ചത് ബാലകൃഷ്ണപിള്ളയാണ്. 37,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കൊട്ടാരക്കര ജയിച്ചു. അദ്ദേഹം ആ സമയത്തൊക്കെ താങ്കൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ 15 വർഷത്തിനിടയിൽ 3 പിളർപ്പുകൾ പാർട്ടി നെടുകെ പിളർത്തുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഞാനത് ആ ഭാഗം കുറച്ചേ പറയുന്നുള്ളൂ. പിന്നീട് 80 മാണി സാറിൻ്റെ പാർട്ടിയും ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടിയും കൊണ്ട് ഒന്നിച്ചു. അത് ഞാൻ എൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ പോയി. കുറേ കഴിഞ്ഞപ്പോൾ PJ ജോസഫ് അന്ന് അവിടെ ഉണ്ട്, ഗ്രൂപ്പായി തന്നെ. അല്ല, PJ ജോസഫ് ആ ഗവൺമെൻറ്റിലുണ്ട്. അദ്ദേഹം വന്ന് മറ്റേ ഇതിൻ്റെ UDFൻ്റെ കൺവീനർ മറ്റുമായിരുന്നു. PJ ജോസഫും വന്നിരിക്കുന്നു. അങ്ങനെ വീണ്ടും കേരള കോൺഗ്രസ് ഒന്നായി. അതൊന്നായി കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച, പിന്നീട് നടന്ന പല യോഗങ്ങളിലും കേരള കോൺഗ്രസിൻ്റെ പിളർപ്പിൽ ദുഃഖിതരായി നിന്നവരൊക്കെ തിരിച്ചു വരുന്നത് കണ്ടു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് വീണ്ടും പിളരുന്നു. PJ ജോസഫ് ഇടതു മുന്നണിയിലേക്ക് പോകുന്നു.
ബാലകൃഷ്ണപിള്ള സാറും ആ കൂടെ ഇടതുമുന്നിലേക്ക് പോയി. പിന്നെ PJ ജോസഫ് പെട്ടെന്നൊരു നിലപാടെടുക്കുന്നു. അതിൽ പ്രതിഷേധിച്ച് ബാലകൃഷ്ണപിള്ള സാറ് UDFിലേക്ക് വന്നു. പിന്നെ 90-ൽ പുള്ളി ട്രാൻസ്പോർട്ട് അതൊക്കെ പോട്ടെ. അപ്പോൾ പിന്നീട് ഇങ്ങനെ വന്നു. ഞാനീ പറഞ്ഞ പോലെ അദ്ദേഹത്തോടൊപ്പമായിരുന്നു. പക്ഷേ മാണി സാറിനോടൊപ്പം നിന്ന് ആ കാലങ്ങളിൽ മാണി സാറിന് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. കാരണം ഞാനൊരു പ്രവർത്തകൻ എന്ന നിലയ്ക്കും കൃത്യമായി കാര്യങ്ങൾ പറയുന്ന ആളെന്ന നിലയ്ക്കും ബാലകൃഷ്ണ സാറിനോട് വലിയ ഇഷ്ടമായിരുന്നു. എനിക്കിഷ്ടമായിട്ടല്ല അദ്ദേഹത്തെ വിട്ടത്. KM മാണി. അതെ. പക്ഷേ ബാലകൃഷ്ണപിള്ള സാറിനുള്ള ചില കൂട് തുടക്കം മുതൽ ആ കൂട്. പിന്നെ എൻ്റെ കല്യാണത്തിന് ഞാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് കാറിലാണ് പള്ളിയിലേക്ക് പോയത്. അന്ന് ഒന്നിച്ച കാലത്ത് അന്ന് ODUCS ചെയർമാൻ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് പോയത്. അങ്ങനെയുള്ള പല ഓർമ്മകളൊന്നും ഇനി അദ്ദേഹത്തെ വിടാൻ തോന്നിയില്ല. പാർട്ടി ചെറുതാണെങ്കിലും അങ്ങനെ മുന്നോട്ട് പോയി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു സംസ്ഥാന പാർട്ടി രൂപീകരിച്ച് കേരള വികാസ് കോൺഗ്രസ് എന്നും പറഞ്ഞ് രൂപീകരിച്ച് മോഡി സർക്കാരിൻ്റെ ആദ്യത്തെ കാലയളവിൽ ഒന്നാം മോഡി സർക്കാരിൽ 1.5 കൊല്ലം ഞാനവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് PC തോമസിൻ്റെ കൂടെ വാജ്പേയി ഭരണകാലത്ത് നിന്നൊരു പരിചയം എനിക്കുണ്ട്. അതുകൊണ്ട് പാർട്ടി രൂപീകരിച്ചവരെ അവരെന്നെ വിളിച്ചു. ഞാൻ സന്തോഷത്തോടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നരേന്ദ്രമോദിയും വാജ്പേയിയും തമ്മിൽ ഒട്ടേറെ ദൂരമുണ്ട്. വാജ്പേയി ഒരു ദേശീയ നേതാവായിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രി നേരത്തെ മദ്രസകൾക്ക് വരെ ആനുകൂല്യം കൊടുക്കും. അതാണ് വാജ്പേയി. ഇവിടെ അതല്ലെന്ന് ഇതല്ല എന്ന് മനസ്സിലായപ്പോൾ മറ്റവരുടെ നേതാക്കന്മാരുടെ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ ആ മുന്നണി വിട്ടതിന് ഒരു ന്യായമായ കാരണമുണ്ട്. തിരഞ്ഞെടുപ്പ് വന്നു. അപ്പോൾ ഞങ്ങളെ കോർ കമ്മിറ്റി വന്ന് ഞാൻ ആ മുന്നിൽ ചെല്ലുമ്പോൾ അവിടെ താമരാക്ഷം മാത്രമേ ഉള്ളൂ. RSPയുടെ ഞാൻ രണ്ടാമത്തെ ആളാണ്. പിന്നീടാണ് വയനാട്ടിൽ നിന്ന് ഗീത അങ്ങനെയുള്ളവരൊക്കെ വന്നു. പലരും വന്നു. തിരഞ്ഞെടുപ്പ് എടുത്തു. അവിടെ കോർ കമ്മിറ്റി എറണാകുളം ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം കൊണ്ട് ഇരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ജയിക്കത്തൊന്നുമില്ല. രാജഗോപാൽ കഷ്ടിച്ച് തിരുവനന്തപുരത്ത് ജയിച്ചാലേ നല്ലൊരു പണിയെടുത്താൽ പിന്നെ നമ്മൾ മത്സരിക്കുന്നത് മോഡിജിയുടെ കഴിവുകളും ഒക്കെ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോഴേ ഈ മുന്നണിക്കൊപ്പം നമ്മൾ നിൽക്കണം. രണ്ട് മുന്നണികൾക്കൊപ്പം നിൽക്കണമെങ്കിൽ പ്രചരണ രംഗത്ത് നമ്മൾ മുന്നേറണം. ജയിച്ചാലും തോറ്റാലും പ്രചരണ രംഗത്ത് വേണമല്ലോ. അപ്പോൾ അതിന് നമുക്ക് പണം വേണം. എന്താ ഭയപ്പെടുന്നത്? ഇഷ്ടം പോലെ ഫണ്ട് അവിടെ നിന്ന് വരും, ഞങ്ങൾ തരും. ശരി. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു സീറ്റ് മതി, ഒരുപാട് സീറ്റൊന്നും വേണം. അത് 20 സീറ്റ് എനിക്ക് അവർ തന്നു. നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് ഞാൻ കൃഷ്ണദാസിനെ വിളിച്ചു. അന്ന് മുരളീധരനാണ് സംസ്ഥാന പ്രസിഡന്റ്. മുരളീധരനെ വിളിച്ചു. നോമിനേഷൻ കൊടുക്കാനായില്ലേ? നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അന്ന് തന്നെ UDFിൻ്റെയും LDFിൻ്റെയും പ്രചരണ ബോർഡുകൾ നിറയും. പ്രചരണ രംഗത്ത് നമ്മൾ പുറകോട്ട് അന്ന് നമുക്ക് ഇതുപോലെ ബോർഡുകളൊക്കെ ഇറങ്ങണം. ചെമ്പേരി തക്കാലം മുടക്ക് ഫണ്ട് വരുമ്പം തരാം. അപ്പോൾ എനിക്കിവരെക്കുറിച്ചുള്ള പേരുദോഷം എൻ്റെ മനസ്സിൽ നേരത്തെ ഉണ്ട്. വോട്ട് വിറ്റ് കാശ് മേടിക്കും, വരുന്ന ഫണ്ട് മുക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ മനസ്സിലിത് കയറി. അപ്പം ഞാനയച്ചേട്ടാ ഞാനത് മണ്ടത്തിനും കാണിക്കുമല്ലോ. എൻ്റെ ഉള്ള വീടും പറയുമ്പോൾ ഞാനെന്തിനാണ് കളയുന്നത്? അപ്പം ഞാൻ കണ്ണൂർ പത്രസമ്മേളനം നടത്തി. ഞാൻ പറഞ്ഞു ഇരിക്കൂറിൽ തന്ന കേരള വികാസ് കോൺഗ്രസിന് തന്ന സീറ്റിൽ ഞങ്ങൾ മത്സരിക്കുന്നില്ല. 138 നിയോജകമണ്ഡലങ്ങളിൽ NDAക്ക് വേണ്ടി പ്രചാരണം നടത്തും. പിന്നെ നമ്മുടെ പത്രസുഹൃത്തുക്കൾ ചോദിച്ചു ഈ രണ്ടേതാ? ഞാൻ പറഞ്ഞു ഒന്ന് വട്ടിയൂർക്കാവ്. അപ്പോൾ അവർ ചോദിച്ചു അവിടെയല്ലേ നിങ്ങളുടെ പ്രസിഡന്റ് കുമ്മനശേഖരൻ മത്സരിക്കുക? അതെ, കുമ്മൻ അവിടെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ പോകാതിരുന്നാൽ മോശമല്ലേ? നിങ്ങളൊരു ഘടകകക്ഷിയുടെ നേതാവ്. ഞാൻ പറഞ്ഞത് മോശമൊന്നുമില്ല. അതുപോലെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ അവിടെ എതിര് മത്സരിക്കുന്ന മുരളീധരൻ, മുരളീധരൻ. അദ്ദേഹം ലീഡറുടെ കാലം വരെ എനിക്ക് പരിചയമുണ്ട്. ഞാനെന്തിനാ ബന്ധം കളയുന്നത്? ശരി, അവരാ തോന്നുന്നു. രണ്ടാമത്തെ സീറ്റായിരുന്നു. ഞാൻ പറഞ്ഞു ധർമ്മടമാണെന്ന് പറഞ്ഞു. ധർമ്മടോ? ഇവരന്തം വിട്ടി. അതല്ലേ ശരിക്കും BJPയുടെ ഏറ്റവും വലിയ ആജന്മ ശത്രുവല്ലേ പിണറായി അല്ലേ അവിടെ വരെ? അതെ. അതുകൊണ്ട് തന്നെ പിണറായിയായിട്ട് എനിക്ക് അടിയന്തരാവസ്ഥക്കാലം മുതലുള്ള നല്ല ബന്ധമുണ്ട്. ആ ബന്ധം ഇന്നും നിലനിൽക്കുന്നു. ഞാനെന്തിനാ അവിടെ പോയി അദ്ദേഹത്തുമായുള്ള ബന്ധം കളയാൻ അവിടെ പോവുകയില്ല. ഇത് പത്രങ്ങളിൽ വലിയ വാർത്തയായി. ഉടനെ കുമ്മനം വിളിക്കുന്നു, മുരളീധരൻ വിളിക്കുന്നു, കൃഷ്ണദാസ് വിളിക്കുന്നു, പ്രസ്താവന തിരുത്തണം. ഞാൻ പറഞ്ഞ് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ രണ്ടാമതൊരു പത്രസമ്മേളനം കണ്ണൂർ വെച്ച്. അപ്പം ഇത് അറിഞ്ഞ കോടിയേരി ബന്ധപ്പെട്ടു. കോടിയേരി ഞാനൊക്കെ വലിയ അടുപ്പം വന്നു. എൻ്റെ കല്യാണത്തിന് കോടിയേരി പിണറായി എല്ലാം വന്നിട്ടുള്ളതാണ്. അപ്പോൾ MP ജയരാജനാണ് പറഞ്ഞ കോടിയേരി എന്ന് അന്വേഷിച്ചെന്ന്. ഞാൻ കോടിയേരി നേരിട്ട് വിളിച്ചു. നേരിട്ട് കാണണം. പുള്ളി പറഞ്ഞു ഞാൻ തലശ്ശേരി നാളെ രാവിലെ എത്തുന്നുണ്ട്, പാർട്ടി ഓഫീസിൽ കാണുമെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ എത്തി.
എനിക്കത് ആ മനുഷ്യൻ്റെയൊക്കെ ഒരു ലാളിത്യം അന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇവരുടെ എല്ലാ പാർട്ടി ആഫീസിലും ചായയും കാപ്പിയും ചോറും ഒക്കെ ഉണ്ട്. അദ്ദേഹം വന്നാൽ വീട്ടിൽ പോകുകയില്ല, ആ പാർട്ടി ആഫീസിൽ നിന്ന് കുളിയും ജപമൊക്കെ കഴിഞ്ഞ് അവിടെ ചായയും കുടിച്ചു. ചായ കുടിക്കാൻ നേരത്ത് വിളിച്ചന്വേഷിച്ച് ചെമ്പേരി ചായ കുടിച്ചൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കുടിച്ചു. അവിടെ ഡ്രസ്സ് മാറിയത് ഞാൻ ചെന്നു. എന്താ അല്ല ചെമ്പേരി ഇങ്ങോട്ട് പോരെ? അല്ല പോന്നാൽ പോരെ, എനിക്ക് മാന്യമായ ഒരു പരിഗണന. ചെമ്പേരിക്ക് ഞങ്ങൾ പരിഗണന തരാതിരിക്കുമോ? ശരി, ഇപ്പം സഹകരിക്കുന്നവരോട് ഇരിക്കാൻ പറഞ്ഞു. സഹകരിക്കുന്നവരോട് അപ്പം അയ്യന്നേലൊക്കെ അവിടെ ഇരിക്കുക 22 വർഷമായിട്ട്. ആ കൂടി ഇരിക്കാം, ഞാൻ കുഴപ്പമില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പിണറായി സാറിനെ ഒന്ന് കാണണോ? കാണുന്നത് നല്ലതാണ്. ഞാൻ പിണറായിയെ വിളിച്ചു. ഫോണിനകത്ത് ആര് വിളിച്ചാലും ഫോൺ എടുക്കട്ടെ, അങ്ങനെയൊക്കെ നല്ല ഗുണങ്ങൾ ഇവർക്കൊക്കെ ഉണ്ട്. എന്താ ജോസ് ചെമ്പേരി ഇരിക്കുന്നത് കാണണമല്ലോ. അദ്ദേഹം പറഞ്ഞു ഞാനിങ്ങനെ ഒരു പര്യടനത്തിലാണ്, കണ്ണൂർ വരണ ഒരാഴ്ച കഴിയും, അതുപോലെ എനിക്ക് കാണണം. അങ്ങനെയാണ് കാര്യം. നാളെ അത്യാവശ്യമാണെങ്കിൽ നാളെ രാമനിലയത്തിൽ വാ, തൃശ്ശൂർ. ഞാൻ രാമനിലയത്തിൽ വൈകുന്നേരം എത്തിയപ്പം പുള്ളി കുടിയെല്ലാം കഴിഞ്ഞ് ഒരു ബനിയനൊക്കെ ഇട്ടിരിക്കുക. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു ജോസ് ചെമ്പേരി വന്നത് എന്നെ വിളിച്ചു. പുള്ളി എന്താ ഇത്ര അത്യാവശ്യം? ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ മുന്നണിയിലേക്ക്. അതിനോട് കോടിയേരി പറഞ്ഞല്ലോ, ഇതിനാണ് പിന്നെ ഇവിടെ വരെ വരണോ? ഞാൻ പറഞ്ഞു അതല്ല, പിണറായി സാർ കൂടി അറിഞ്ഞ് മുന്നണിയിലേക്ക് വരണമെന്നാണ് എൻ്റെ താല്പര്യം. പുള്ളിയുടെ സ്വസ്ഥത്വമായിരിച്ചിട്ടില്ല. എന്നൊരു ചിരിയും ചിരിച്ച് ശരി ശരി എന്ന് പറഞ്ഞാൽ തീർന്നു. അങ്ങനെയാണ് ഞാൻ മുന്നണി വരുന്നത്. മുന്നണി വരുമ്പോൾ ബാലകൃഷ്ണപിള്ള സാർ, എൻ്റെ നേതാവ് ബാലകൃഷ്ണപിള്ള സാർ ആ മുന്നണിയിലുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇടത്തരക്കാരനാണ്. പാർട്ടി ഉണ്ടാക്കാനൊക്കെ കഴിഞ്ഞു, അതൊക്കെ വലിയ കാര്യങ്ങൾ. ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകാരവും മേടിച്ചു. പക്ഷേ ഒരു പാർട്ടി ഉണ്ടാക്കാനുള്ള സാമ്പത്തികം എനിക്കില്ല. ബാലകൃഷ്ണപിള്ള സാർ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഒക്കെ വിളിക്കും, ജോസ് എൻ്റെ കൂടെ നിൽക്കേണ്ട ആൾ, ജോസ് ഇങ്ങോട്ട് പോവാം. അപ്പം ഞാൻ സാറേ ഞാൻ ഈ മുന്നണിയിലുണ്ട്, ഞാൻ സാറിൻ്റെ കൂടെ കൂടാൻ ആഗ്രഹിക്കുന്നു. ഇത് പണ്ടേ ഞാൻ ജോസിനോട് പറഞ്ഞാൽ ജോസല്ലേ വരാണ്ടിരുന്നത്, വരാൻ പറഞ്ഞു. അടുത്ത ഒരു ദിവസം പറഞ്ഞു. അന്ന് കോഴിക്കോട് ഞങ്ങളുടെ ഒരു മേഖലാ സമ്മേളനം, അവിടെ നിന്ന് ലയിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ലയിച്ചു. അദ്ദേഹം എന്നെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാക്കി. അങ്ങനെ മുന്നോട്ട് പോയി. ബാലകൃഷ്ണപിള്ള സാറിൻ്റെ വേർപാട്, അതോടെ പാർട്ടി അടിയോടെ ഒന്ന് ഒലഞ്ഞു. പണ്ടുണ്ടായിരുന്ന കുറേ ആൾ വിട്ടുപോയി. അപ്പോൾ എനിക്ക് വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഗണേഷ് കുമാറിൻ്റെ ഒരു സിനിമാ പരിവേഷം, എൻ്റെ സംഘടനാ പരിചയം, സംഘാടക മികവ്, ഇതൊക്കെ ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്യാവശ്യ പ്രസംഗ ചാതുര്യം, ഇതെല്ലാം കൂടെ കൂടി ഗണേഷ് കുമാറിൻ്റെയും ഇതെല്ലാം കൂടെ കൂടുമ്പോൾ പാർട്ടിയെ വളർത്താമെന്ന് ഞാൻ കരുതി. നമുക്ക് പാർട്ടിയെ വളർത്തണം, ഞാൻ രംഗത്തിറങ്ങാൻ തയ്യാറാണ്, അതിന് നമുക്ക് വളർത്താമെന്നൊക്കെ പറഞ്ഞു. പറഞ്ഞതല്ലാതെ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടൊന്നും വന്നില്ല. എന്നെ സംഘടനാ തിരഞ്ഞെടുപ്പ് നടന്നു. ഞാൻ ജനറൽ സെക്രട്ടറിയായി. പറഞ്ഞാൽ രാഷ്ട്രീയം അറിയാൻ പറ്റാത്ത 1-2 പേരെയാണ് പുള്ളി മറ്റു കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചത്. അതോടെ പാർട്ടിയുടെ വളർച്ച ഞങ്ങൾക്ക് കുറഞ്ഞു. പലരും പോയി. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തിരുവനന്തപുരത്ത് പോയി പറഞ്ഞു, നമുക്കൊരു നയംമാറ്റത്തെക്കുറിച്ചാണ്. എന്താ നയം? ഇപ്പം വേണ്ട, മന്ത്രി ആയതിനു ശേഷം മതി. എന്താ സാർ, ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ഒരു പക്ഷേ ഈ ടേം കഴിയുമ്പോൾ നമ്മളെപ്പോലുള്ള കക്ഷികളൊന്നും മുന്നണിക്ക് ആവശ്യമില്ലെന്ന് വരും. ആവശ്യം ഉണ്ടെന്ന് വരണമെങ്കിൽ നമ്മൾ 140 നിയമത്തിലൊന്നും പ്രവർത്തിക്കേണ്ട. എല്ലാ ജില്ലകൾക്കും ഒരു അംഗീകൃത ജില്ലാ കമ്മിറ്റിയൊക്കെ ഉണ്ട്. കേരളത്തിൽ ഒരു 10 നിയമം തിരഞ്ഞെടുക്കുക. 10 വേണമെന്നില്ല, അതിലൊരു 7 എണ്ണത്തെങ്കിലും ഒരു 3000-നും 5000-നും ഇടയ്ക്ക് ആളെ ഉണ്ടാക്കുക. ഒരുപാടൊന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ ഒരു 10 നിയമമുണ്ടെങ്കിൽ 3000-നും 5000-നും ഇടയ്ക്ക് നമുക്ക് വോട്ടുണ്ടെങ്കിൽ, പ്രവർത്തകർ വോട്ടും ഉണ്ടെങ്കിൽ, അവിടെ ആ നിയമങ്ങൾ ആര് ജയിക്കണം ആര് തോക്കണം തീരുമാനിക്കും നിർണായക ശക്തിയായി പാർട്ടി. ഒരു സംശയമുണ്ട്, കേരള രാഷ്ട്രീയത്തിൽ ഒരു 3000 വോട്ടോ 5000 വോട്ടോ ഒരു പാർട്ടിക്ക് ഉണ്ടെങ്കിൽ അത് മതി. അങ്ങനെയെങ്കിലും നമ്മൾ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പാവളത്തിലാണ്. നമുക്ക് ശ്രമിക്കാം. അതൊന്നും നടന്നില്ല. പിന്നീട് ഞാൻ പറഞ്ഞു, നമുക്ക് ഇതൊരു നയമാറ്റം വേണം. ഇത് ഇങ്ങനെയൊക്കെയാണല്ലോ ഇതിൻ്റെ കിടപ്പ്. നമുക്കെന്നാൽ ഈ മുന്നണിയിലെതിരെ 4 കേരള കൗൺസിലുകൾ, നമുക്ക് ജോസ് കെ മാണിയോടൊപ്പം ചേരാം. ഞാൻ പറഞ്ഞു ഇപ്പം വേണ്ട, മന്ത്രിസ്ഥാനം കിട്ടിക്കല്ലേ, മന്ത്രിസ്ഥാനത്തിനോടൊക്കെ വരും. പുള്ളി എന്നോട് ചിരിച്ചേച്ച് പറഞ്ഞു, നല്ല ആശയമൊക്കെയാണ്, ഇതിപ്പോൾ ആരോടും പറയണം. ഞാൻ പറഞ്ഞു ആരോടും പറഞ്ഞാൽ ഞാൻ വേറെ ആരോടെ പറയണേ, ഗണേഷ് കുമാറിനോടല്ലാതെ പറയണ്ടെന്ന് പറഞ്ഞു. അപ്പം അന്ന് മുതൽ അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവർക്ക് ഈ ഒരു സിനിമ, ഈ ഒരു രീതിയിലുള്ള പോക്കുകൾ പാർട്ടിയോട് വലിയ താല്പര്യമില്ല, പാർട്ടി വളർത്താൻ താല്പര്യമില്ല. പല പാർട്ടി വിട്ടുപോയി.
അപ്പം ഇങ്ങനെ ഇപ്പോൾ എനിക്ക് തോന്നി ഞാൻ വെച്ച ആശയം നടപ്പിലാക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം കേരള കോൺഗ്രസ്സുകൾ ശക്തി പ്രാപിക്കേണ്ടത് ഒരു വലിയ കാര്യമാണ്. ഒരു കാലത്ത് ഇത് കൃഷിക്കാരൻ്റെ ശബ്ദമായിരുന്നു, ശക്തിയായിരുന്നു, നായർ സമുദായത്തിൻ്റെയും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും അഭിമാനമായിരുന്നു ഈ പാർട്ടി. അതെല്ലാം പോയി ഇപ്പം എനിക്ക് തോന്നുന്ന UDF 2 കേരള കോൺഗ്രസ്, LDF 4, 6, 7ാമത് ഇപ്പം മഞ്ഞക്കടമ്പൻ്റെ വരുന്നൂടെ ഉണ്ടായിട്ടുണ്ട്. അത് BJP പക്ഷത്താന്ന് തോന്നുന്നു, കോട്ടയത്ത്. അപ്പം ഞാൻ ചിന്തിച്ചത് ശരിയല്ല, കേരള കോൺഗ്രസ് ഒന്നിക്കണം. അതിന് ആദ്യപടി എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് LDF കക്ഷികൾ ഒന്നിക്കുക. എന്ത് പറ്റിയപ്പോൾ ജനാധിപത്യ കേരള കോൺഗ്രസ് ഒന്നിക്കുക എനിക്ക് പറയാൻ അധികാരമൊന്നുമില്ല. അതിന് ഞാനൊരു കാര്യം ചെയ്തു. ഞാനൊരു തീരുമാനം, അത് താത്വികമായ തീരുമാനം, അത് കേരള കോൺഗ്രസിൻ്റെ ഐക്യം, അത് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാൻ പത്രസമ്മേളനം നടത്തിയത്. ഞാൻ കേരള കോൺഗ്രസ് എമ്മിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതല്ല, അത് തീരുമാനം എടുത്തു കഴിഞ്ഞു. ചെയർമാനുമായി ഞങ്ങൾ സംസാരിച്ചു. വളരെ ഹൃദ്യമായിട്ടാണ് അദ്ദേഹം എനിക്ക് സ്വാഗതം ചെയ്തത്. അപ്പം നിങ്ങൾക്ക് വേണേൽ ചോദിക്കും എന്തുകൊണ്ട് ജോസഫിൻ്റെ കൂടെ പോയി കൂടാതെ. ഇപ്പം ഞാനിത് വിലയിരുത്തിയപ്പോൾ ഈ ഗ്രൂപ്പുകളെല്ലാം എന്ന് പറയുന്നത് ചെറിയൊരു ചില്ലിത്തോടുകളാണ്. ഞങ്ങളുടെ പാർട്ടിയാണേലും മറ്റു പാർട്ടികൾ ഞാൻ പറയുന്നില്ല, പേര് തുടരാ, അതെല്ലാം ചില്ലിത്തോടുകളാണ്. ഈ ചില്ലിത്തോടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 4 ദിവസം അടുപ്പിച്ച് വെയിൽ തെളിഞ്ഞാൽ വെള്ളം പറ്റും. ജോസഫിൻ്റെ കുറച്ചുകൂടി വലിയൊരു തോടാണ്, അത്ര പെട്ടെന്ന് പറ്റുകയില്ല. കേരള കോൺഗ്രസ് ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് അതൊരു പുഴയാണ്. സ്വാഭാവികമായിട്ടും ചില്ലിത്തോടുകളും കൈത്തോടുകളും ഒക്കെ ചെന്ന് ചേരേണ്ട പുഴയിലേക്കല്ലേ. ആ ഒരു ലക്ഷ്യം കണ്ടുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനമെടുത്തത്. ഞാൻ വിചാരിക്കുന്നു കേരള കോൺഗ്രസ് സംസ്കാരമുള്ളവരൊക്കെ ഏത് ഗ്രൂപ്പിൽ നിന്നാലും ഇതിനോട് ആശയപരമായി യോജിച്ചുകൊണ്ട് എമ്മിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ബാലകൃഷ്ണ പിള്ളയുമായുള്ള ആ ഒരു അടുപ്പം അത് കാലങ്ങളായി, ഏതാണ്ട് 70 മുതൽ തുടങ്ങിയ ആ ബന്ധത്തിൻ്റെ പേരിൽ വീണ്ടും ആ പാർട്ടിയിൽ ലയിക്കുന്നു, ആ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവുന്നു. ബാലകൃഷ്ണ പിള്ളയും KB ഗണേഷ് കുമാറും തമ്മിൽ എങ്ങനെയായിരുന്നു? നല്ല ടേമിൽ തന്നെ ആയിരുന്നു അവർ? ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അല്ല, ആ സമയത്ത് സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ എന്ന് ആ സമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഞാൻ കണ്ടിരുന്നില്ല. പക്ഷേ ബാലകൃഷ്ണ സാർ പിന്നീടും അതിനു മുമ്പും ഒക്കെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഗണേഷ് കുമാറിനെ കുറിച്ച്. പാർട്ടിയിൽ നിന്ന് പുറത്തു പോകണം എന്നൊക്കെ അടക്കം അദ്ദേഹം പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ KB ഗണേഷ് കുമാറിനെ ബാലകൃഷ്ണൻ അതിൻ്റെ അവസാന കാലത്ത് അംഗീകരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അവസാന കാലത്ത് അംഗീകരിച്ചു. അവസാന കാലത്ത് അതിന്റെ ഒരു മന്ത്രിയായിരുന്നു, ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിയായിരുന്നു. ആ കാലത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞ ചില ഡയലോഗുകളൊക്കെ ഇപ്പം പലരും എടുത്തിടുന്നുണ്ട്, ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ പുത്രനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഒരു വലിയ അഭിപ്രായം എനിക്ക് പറയാനില്ലല്ലോ. എൻ്റെ അച്ഛൻ പറഞ്ഞ അഭിപ്രായമല്ലേ. പക്ഷേ എൻ്റെ അനുഭവത്തിൽ അങ്ങനെ അല്ല. പക്ഷേ ഈ രണ്ടാമത്തെ അപ്പോൾ ഈ ബാലകൃഷ്ണ ചെയർമാനായി, ഇപ്പം ഇദ്ദേഹം വൈസ് ചെയർമാനാണ്, ഞാൻ അതിൻ്റെ ജനറൽ സെക്രട്ടറി. അപ്പം ബാലകൃഷ്ണ മരിച്ചതിന് ശേഷം സ്വാഭാവിക ഇദ്ദേഹം ചെയർമാനായി. അത് ബാലകൃഷ്ണ സാർ ഉണ്ടാക്കിയ പാർട്ടിയുടെ ചെയർമാനാണ്. ഇദ്ദേഹമായിട്ടൊരു പാർട്ടി കെട്ടിപ്പടുത്തിട്ടില്ല. അതിൻ്റെ പോരായ്മകളുണ്ട്. അതൊരു പാർട്ടി കെട്ടിപ്പടുത്തവർക്ക് മാത്രമേ ആ പാർട്ടി നിലനിർത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുള്ളൂ. ഇത് അച്ഛൻ കെട്ടിപ്പടുത്ത പാർട്ടിയുടെ KB ഗണേഷ് കുമാറും താങ്കളും തമ്മിൽ ഏത് രീതിയിലായിരുന്നു? നല്ല ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധക്കുറവില്ല. ഇങ്ങനെ ആശയപരമായ അകൽച്ചയാണ് ഞങ്ങൾ വ്യക്തികളോട് ഒരു ബന്ധക്കുറവില്ല, ഇപ്പോഴും ഇല്ല. ഈ ഗണേഷ് കുമാറിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? അദ്ദേഹം ഇപ്പോൾ പാർട്ടി ബോർഡ് ചെയർമാൻ സ്ഥാനങ്ങൾ, പാർട്ടിക്ക് അനുവദിക്കുന്ന സ്ഥാനങ്ങൾ ഇതൊക്കെ നൽകുമ്പോൾ പാർട്ടിയുടെ ഈ ഇത്രയും കാലത്തെ പരിഗണന അല്ലെങ്കിൽ പ്രവർത്തന പാരമ്പര്യം ഇതൊക്കെ അദ്ദേഹം പരിഗണിച്ചിരുന്നു? അല്ല, ഒരു കോക്കസിൻ്റെ നേതൃത്വത്തിൽ ഇതൊക്കെ തീരുമാനിക്കുന്ന ഒരു സാഹചര്യമാണോ ഉണ്ടായിരുന്നത്? പാർട്ടിയുടെ ഒരു സീനിയോറിറ്റി ഒന്നും പരിഗണിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ. പിന്നെ എനിക്ക് കർഷകക്ഷേമ നിധി ബോർഡ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കിട്ടിയതാണ്. അത് ഞാൻ കേരള വികാസ് കോൺഗ്രസ് സംഘം ചെല്ലുമ്പോൾ തന്നെ കോടിയേരി പറഞ്ഞിരുന്നു എനിക്ക് നല്ല പരിഗണന തരും. അപ്പം ഞാനൊരു ദിവസം അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് AK സെൻറ്ററിൽ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു,
ചെമ്പേരി അത് ഈ INL വരെ തീർന്നില്ല. അവർ 22 വർഷമായിട്ട് ഞങ്ങളോട് അതൊക്കെ ഒന്ന് കഴിയട്ടെ, ചെമ്പേരിക്കുള്ളത് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈ ബാലകൃഷ്ണനോട് ചേർന്നതിന് ശേഷം ഞാനവിടെ ചെന്നു. ആ ചെമ്പേരിക്ക് എന്തെങ്കിലും തരണമല്ലോ ഇല്ലേ? ഞാൻ പറഞ്ഞ നല്ലതെല്ലാം പോയില്ലേ സാറേ, ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട വല്ലതും അതെല്ലാം അന്നേരം അടിച്ചു മാറ്റി ഓരോരുത്തർ. എനിക്ക് കാർഷിക മേഖലയോടാണ് കൂടുതൽ താല്പര്യം. അത് പറഞ്ഞിട്ടെന്നാ കാര്യം, വലിയ കുഴപ്പമില്ലാത്ത 3-4 കോർപ്പറേറ്റ് അതിലേ നല്ലതുള്ളൂ ചെമ്പേരിക്ക് തരാമെന്ന് പറഞ്ഞു. അത് കോവിഡിന് മുമ്പാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കാറൊന്നും വേണ്ട സാറേ പറയാം, ഞാൻ ഈ ബസ്സിൽ കയറിയും മറ്റേ സ്ലീപ്പർ ക്ലാസ് യാത്ര ചെയ്യുന്ന ആളാണ്. കൃഷിക്കാരെ ഗുണകരമായിട്ട് ഇത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത്. അതൊന്നും ഇല്ല. ഞാൻ പറഞ്ഞ ഒന്നുണ്ട്. അപ്പോൾ ഈ കർഷകക്ഷേമ നിധി ബോർഡിനെ കുറിച്ചുള്ള തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക. നിയമസഭാ കമ്മിറ്റി കൃഷ്ണൻകുട്ടിയാണ്, ഇന്നിപ്പോൾ മന്ത്രി കൃഷ്ണൻകുട്ടിയാണ് അതിൻ്റെ ചെയർമാൻ. ഞാൻ ഈ കോടിയേരിയെ കാണുന്ന അന്ന് അദ്ദേഹം പാലക്കാട് ഇതിൻ്റെ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതൊരു വലിയ സംഭവമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു കർഷകക്ഷേമ നിധി ബോർഡ് 5000 രൂപ കൃഷിക്കാരന് പെൻഷൻ നൽകുമെന്ന് പറഞ്ഞ ബോർഡ് രൂപീകരിച്ച് പിണറായി സർക്കാരാണ്. ഞാൻ പറഞ്ഞു അതിനകത്ത് എനിക്കൊരു ഡയറക്ടർ വന്നു. അതാണ് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇനി ബാലകൃഷ്ണപിള്ളയുടെ ഒരു കത്ത് വേണമെന്ന് പറഞ്ഞു. പണ്ടാണ് എനിക്ക് വേണ്ടായിരുന്നു. അപ്പം ഞാൻ കൊട്ടാരക്കര സാറേ ഇങ്ങനെ കോടിയേരി എനിക്കൊരു പോസ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ട് എന്താ ഇങ്ങനെ കർഷകക്ഷേമങ്ങളാണ്, അതിന് ഏറ്റവും യോഗ്യൻ ഈ പാർട്ടി ജോസിൻ്റെയാണ്, ഇതാണെന്ന് പറഞ്ഞ് കത്തെഴുതി തന്നു. ഞാനതുകൊണ്ട് മറ്റേ കോടിയേരിക്ക് കൊടുത്തു. അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കാനത്തിനും കൊടുത്തു. കാനുമായിട്ട് എനിക്ക് അടുപ്പമുണ്ടെന്ന്, എനിക്ക് എല്ലാ ലീഡേഴ്സും അടുപ്പമുണ്ട്. കാനം പറഞ്ഞു ജോസ് അതിന് പറ്റിയ ആളാണ്. അങ്ങനെ എനിക്കത് മുന്നണി തന്നതാണ്. കേരളാക്കോട്ട് B ഒരു കത്തുണ്ട്, അതിനപ്പുറം B തന്നു എന്ന് പറയാൻ പറ്റിയില്ല. കാരണം അന്ന് ഒറ്റ ഒന്ന് മാത്രമേ അവർക്കുള്ളൂ. ബാലകൃഷ്ണപിള്ള സാറ് മുന്നോക്ക വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ, ക്യാബിനറ്റ് പദവിയോടുകൂടി വേറൊരു കമ്മിറ്റി കൊടുത്തില്ല. രണ്ടാമതന്ന് എനിക്ക് മുന്നണി തന്നതാണ്. പിന്നീട് വന്നതൊക്കെ പലരും പലതും പറയുന്നുണ്ട്. പാർട്ടി പരിഗണനയോ അല്ലെങ്കിൽ നേതൃവാസനയോ രാഷ്ട്രീയ പാരമ്പര്യവും നോക്കിയാൽ അദ്ദേഹം പലതും കൊടുത്തെന്നാണ് പലരും പറയുന്നത്. ഞാൻ പിന്നെ അങ്ങോട്ട് അന്വേഷിക്കാനും പോയിട്ടില്ല. എന്തിന് നമുക്ക് താല്പര്യമില്ലാത്തവരെ അന്വേഷിക്കുന്നു? പലരും അതിനെക്കുറിച്ച് പലതും പറയുന്നുണ്ട്. അപ്പം അത് മറ്റു പാർട്ടികളെല്ലാം കൊടുക്കുന്ന ഒരു പരിധി വരെ ആ ഒരു പാർട്ടിയുടെ പ്രവർത്തന പരിചയം വെച്ചൊക്കെയാണ് കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെയൊന്നും അല്ല. എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. അതുകൊണ്ട് എനിക്കിവിടെ വേറെ അന്വേഷിക്കാനും പോകേണ്ട ആവശ്യമില്ല. എനിക്ക് വെറുതെ കിട്ടത്തുമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് കൂടെ അന്വേഷിക്കാൻ പോയില്ല. ഈ KB ഗണേഷ് കുമാർ ഈ മുന്നണി ഈ മാറ്റത്തെക്കുറിച്ച് ഏതെങ്കിലും ഘട്ടത്തിൽ ചർച്ചകളൊക്കെ നടത്തിയിരുന്നു? LDFിൽ നിന്നപ്പോൾ ആദ്യ ടേമിൽ അദ്ദേഹത്തെ മന്ത്രിയാക്കിയില്ല എന്നത് വലിയ തോതിലുള്ളൊരു പരിഭവം. അത് ഈ കുടുംബപരമായ ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണോ ആദ്യ ടേം അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടത്? അത് കുടുംബപരമായി എന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണ സാറിന് അദ്ദേഹം ഒരു വലിയ ജന്മിയുടെ ഏകപുത്രനാണ്. കണക്കില്ലാത്ത സ്വത്തുകൾ. അദ്ദേഹം പിറന്നു വീണപ്പോൾ തന്നെ 7 ആന വീട്ടിലുണ്ടായിരുന്നതാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അത്ര വലിയ പ്രമാണിയായിരുന്നു കീഴൂട്ട് രാമപിള്ള. അദ്ദേഹത്തിൻ്റെ ഏക പുത്രനാണ് ബാലകൃഷ്ണൻ. കണക്കറ്റ സ്വത്തുണ്ട്. അദ്ദേഹം സ്വത്ത് വീതം വെച്ച് എല്ലാവർക്കും ന്യായമായി കൊടുത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഗണേഷ് കുമാറിൻ്റെ ആദ്യ ഭാര്യയ്ക്ക് വരെ ബാലകൃഷ്ണപിള്ള സാർ ആവശ്യത്തിന് കൊടുത്തു. ഒരു പരാതി ഉണ്ടാകാത്ത വിധം അദ്ദേഹം അവർ തമ്മിൽ തെറ്റിയപ്പോൾ ഒരു പിതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം ആ ധർമ്മം ചെയ്തു. ആദ്യത്തെ മന്ത്രിസ്ഥാനം നിന്നും മാറ്റി നിർത്തുന്ന ആ ഘട്ടത്തിൽ മുന്നണി വിടുക എന്നുള്ളത് ഏതെങ്കിലും തരത്തിൽ ചർച്ചയായിരുന്നു? KB ഗണേഷ് കുമാർ ചർച്ച പാർട്ടി വന്നിട്ടില്ല. പുള്ളി ശ്രമിച്ചതായിട്ട് എനിക്കറിയാം. പുള്ളിയുടെ ഒരു കാര്യം ചർച്ച ചെയ്തിട്ടല്ലേ, അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് എല്ലാവരും ചർച്ച ചെയ്തു. ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഒരു വ്യക്തിപരമായ ഇടപാടല്ലേ. പുള്ളി ശ്രമിച്ചു എന്നാണ് അറിയുന്നത്. പക്ഷേ കോൺഗ്രസ്സുകാർ അമ്പനും ബില്ലും അടുക്കുകയില്ല. അതേ ഗണേഷ് കുമാർ തന്നെയല്ലേ VS അച്യുതാനന്ദനെതിരെയും ഇതേ രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഉണ്ട്. VSനെ കുറിച്ചൊന്നും അങ്ങനെ ആരും പറയാൻ പാടില്ല. VS ഒക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു വലിയ നേതാവാണ്. ത്യാഗങ്ങളിലൂടെ കയറി വന്ന നേതാവാണ്. VSനെതിരെയൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ അതൊരു ക്വാളിറ്റി ഇല്ലായ്മയാണ് അതിൻ്റെ. തീർച്ചയായിട്ടും VSനെ കുറിച്ച് ആരെങ്കിലും പറയുമോ? അദ്ദേഹത്തിൻ്റെ തമാശകൾ പറഞ്ഞ് നമ്മൾ ആസ്വദിക്കുന്നല്ലാതെ അദ്ദേഹത്തെക്കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് പറയൂ? നയനാരെക്കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് പറയൂ? നമ്മുടെ അച്യുതമേനെക്കുറിച്ച് ആരെങ്കിലും മോശമായിട്ട്, കരുണാകരനെക്കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് പറയൂ?
അവരൊക്കെ എണ്ണപ്പെട്ട നേതാക്കന്മാരല്ലേ. പിന്നെ ആ പാർട്ടിയിൽ ചില പ്രശ്നങ്ങളുണ്ടാകും, നമ്മളറിയേണ്ട കാര്യമില്ലല്ലോ. വ്യക്തിപരമായിട്ട് അച്യുതാനന്ദനെ വിമർശിക്കാൻ യോഗ്യതയുള്ള ഒരാളും കേരള രാഷ്ട്രീയത്തിൽ നിന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ പത്തനാപുരത്തും കൊട്ടാരക്കരയും 2 സീറ്റുകളാണല്ലോ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഈ കേസിൽ ഇടമലയാർ കേസുമായി ബന്ധപ്പെട്ട് ബാലകൃഷ്ണപിള്ള ശിക്ഷിക്കപ്പെടുന്നു. അങ്ങനെ കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ മകളെ മത്സരിപ്പിക്കുക എന്നത് ബാലകൃഷ്ണപിള്ള ആഗ്രഹിച്ചിരുന്നതാണോ? അതിന് ഒരു പാര വെച്ചത് ഗണേഷ് കുമാർ ആയിരുന്നു, അങ്ങനെയും പറയുന്നത് കേൾക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് പാർട്ടിയിലെ ചർച്ച എന്തായിരുന്നു പറഞ്ഞാൽ അന്ന് ഞാനില്ല. ആ കാലത്തെ ചർച്ചകളെക്കുറിച്ച് കാര്യത്തിൽ അന്ന് ഈ പറഞ്ഞ പോലെ വലിയ ചർച്ചകളൊന്നും കാണുകയില്ല. ബാലകൃഷ്ണപിള്ള സാർ തീരുമാനിക്കും. പക്ഷേ സഹോദരിയെ നിർത്തിയില്ല, അവിടെ മറ്റൊരാൾ നിന്നു. ഐഷയോട് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതെല്ലാം ഒരു എന്താ പറയേണ്ടത്. ഏതായാലും അച്ഛന് വഴങ്ങാത്ത ഒരു പുത്രനാണെന്ന് ബാലകൃഷ്ണപിള്ള സാർ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും ചിലർക്കൊക്കെ പറയട്ടെ. അപ്പം ദാരിദ്ര്യം അങ്ങോട്ടൊക്കെ കിടക്കുന്നത് അത് അവരുടെ കുടുംബ വിഷയമല്ലേ. ഇപ്പോഴും ആ കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ബാലകൃഷ്ണപിള്ള സാറ് ഒരു കാര്യം ചെയ്തു. കോടികൾ വില ബാധിക്കുന്ന തിരുവനന്തപുരത്തെ പാർട്ടി ഓഫീസ്, അദ്ദേഹം അത് കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാൻ ആരായിരിക്കുമോ അവർക്കായിരിക്കും എന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും കാലത്ത് ഈ പാർട്ടി വേറെ ഏതെങ്കിലും പാർട്ടിയിൽ ലയിച്ചാൽ അത് ആ പാർട്ടിയുടേതായ മാറൊന്നും കൂടി അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കണ്ടിട്ടില്ല, പറഞ്ഞു കേൾവ്. അപ്പം അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാർ വേറൊരിടത്തും ലയിക്കാൻ സാധ്യതയില്ല. ഭരണം ഉണ്ടെങ്കിലും ഭരണമില്ലെങ്കിലും കേരള കോൺഗ്രസിൻ്റെ ചെയർമാനാണെങ്കിൽ ആഫീസ് കയ്യിലിരിക്കുമല്ലോ, കോടികൾ വിലമതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഒരു ലേനം ഒരു കേരള കോൺഗ്രസ് അയക്കും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ഞാൻ എൻ്റെ വഴി തിരഞ്ഞെടുത്തു. ഈ എന്തായാലും KB ഗണേഷ് കുമാർ എന്ന ഒരു നേതാവിനെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈ കേരള കോൺഗ്രസ് ബി എന്ന പാർട്ടി താമസിയാതെ ഇല്ലാതാകും. അതാണോ താങ്കളുടെ ഒരു? അല്ല, അതിനകത്തെ കേരള കോൺഗ്രസ് സംസ്കാരമുള്ളവരൊക്കെ പോയി, പോയി കഴിഞ്ഞു. അവസാനം പോയ ആളാണ് ഞാൻ. ഇപ്പം അവശേഷിക്കുന്ന ആളും എൻ്റെ ലൈനിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഉള്ളത് കുറച്ച് അവസരവാദികൾ, പിന്നെ ഒരു പാർട്ടിക്കും വേണ്ടാത്ത കുറേ പാഴ്വസ്തുക്കൾ. ആ പാഴ്വസ്തു എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കും വേണ്ടാത്തവരാണ് നമ്മുടെ PC ജോർജിൻ്റെ ജനപക്ഷത്ത് പോയി ചേർന്നത്. അങ്ങനെ കുറച്ച് ആൾ ജനപക്ഷത്ത് ചേർന്നവരുണ്ട്. അതിൽ ജനപക്ഷത്തിൽ നിന്ന് ഒരു പ്രമാണി വന്നു. ആ പ്രമാണി അന്നേരെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് എഴുതി കൊടുത്തു. മെമ്പർഷിപ്പ് പോലും കൊടുത്തോന്ന് അറിയത്തില്ല, പേരൊന്നും ഞാൻ പറയില്ല. അയാൾ ഗൾഫിൽ അന്ന് മുതൽ ഇന്ന് വരെ ഒരു കുഴപ്പമില്ല. അങ്ങനെ അവിടുന്ന് വന്ന എടുക്കാ കാശുകളെ പാഴ് വസ്തുക്കളായ കുറച്ച് ആളുകളൊക്കെ ഈ പാർട്ടി കയറി വന്നിട്ടുണ്ട്. പിന്നെ ചിലർ വന്ന് RTA ഭരിക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും അങ്ങോട്ട് കയറാൻ പുള്ളി ആരെയും സമ്മതിക്കത്തില്ല. വേറെ കാര്യം, ഈ പാഴ്വസ്തുക്കളും കുറച്ച് കഴിയുമ്പം ഗണേഷ് കുമാർ മാത്രമായുള്ളൊരു പാർട്ടി ഇത് മാറും കുറച്ച്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ഇപ്പോൾ നിൽക്കുന്ന കുറച്ച് ആളുകൾ ഇപ്പോൾ രാത്രി 10 മണിയായെന്ന് പറഞ്ഞാൽ അയ്യോ സാറേ 10 അല്ല 10:30 എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പേര് നിൽക്കും. അദ്ദേഹം 10 ആയെന്ന് പറഞ്ഞാൽ അയ്യോ സാറേ അത് സാറിന് തെറ്റിപ്പോയതാ, വാച്ച 10:30 ആയെന്ന് പറയുന്ന കുറച്ച് ആളുകളുണ്ട്, അവർ നിൽക്കും. പല പല കെട്ടുപാടുകളും കാണുമായിരുന്നു, നമുക്കറിയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ രാഷ്ട്രീയക്കാരനാണ്, ഞാൻ ഈ അഴിഞ്ഞ കെട്ടുപാടിലേക്കൊന്നും ഞാൻ അന്വേഷിക്കാനും പാടില്ല. ഇതെൻ്റെ ജീവിതം. BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവർ തുടരുന്നു. നമ്മൾ ഈ സംഭാഷണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ താങ്കൾ കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. താങ്കളുടെ സഹപ്രവർത്തകർക്കൊപ്പം പാർട്ടി വിട്ടു. ജോസ് കെ മാണിയുമായി സംസാരിച്ചോ? ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഇന്ന സ്ഥാനത്ത് താങ്കളെ എടുക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടോ? ഞാൻ ഈ തീരുമാനം മനസ്സിലെടുത്തപ്പോൾ തന്നെ അദ്ദേഹത്തെ വിളിച്ചു. ആ സെക്കൻഡിൽ അദ്ദേഹം ഫോൺ എടുത്തു. എന്നെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് അറിയാം, ഇതിനു മുമ്പും അറിയാം. അതിനുള്ള ചില പല കാരണങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിങ്ങനെ, ഞാൻ എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. പുള്ളിന് വളരെ സന്തോഷം. ജോസേട്ടനെ പോലുള്ള ഒരാൾ വരുന്നത് ഞങ്ങൾക്കുള്ള സന്തോഷമാണ്. ഒന്ന് നേരി കാണണം, പാലാ വരെ വരാമെന്ന് ചോദിച്ചു. ഒരു ദിവസം പറഞ്ഞു 9:30 ചെല്ലാനാണ് പറയാം. അപ്പം ഞങ്ങൾ 9:30 ആയപ്പോൾ ഞാനും ഞങ്ങളുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന നമ്മുടെ PS ജോസഫ്, ഇപ്പോഴും വിളിക്കുന്ന ജോയിച്ചും വേലിക്കാത്ത ഞങ്ങൾ ബൂത്തുകളോട് ചെന്നു.
അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ മനസ്സിലുള്ള ജോസ് കെ മാണിയല്ല എനിക്കവിടെ കാണാൻ കഴിഞ്ഞത്. ഞാൻ കയറുമ്പോൾ ഒരു 50-60 നിവേദകർ അവിടെ നിൽപ്പുണ്ട്. അദ്ദേഹം നിന്നുകൊണ്ട് അവിടെയൊക്കെ നിവേദനങ്ങൾ മേടിക്കുന്നു. ചില നിവേദനങ്ങൾ അദ്ദേഹം തീരുമാനമെടുത്ത് കൊടുത്ത് ഇന്നടത്ത് കൊണ്ട് കൊടുക്കുമെന്ന് പറയുന്നു, വളരെ ശാന്തമായിട്ട്. അതുകൊണ്ട് PA പറയുന്നു അതൊരു കവറോടെ കൊടുക്കാൻ പറയുന്നു. ഇടയ്ക്ക് എന്നെ കണ്ടപ്പോൾ ചിരിച്ചു, ഇതൊന്നും കഴിഞ്ഞില്ല മതിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നെ അടുത്ത മുറിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി വാതിലിൻ്റെ അടുത്ത് PA ഇറക്കി ഞങ്ങൾ സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമായി. എന്നെ സന്തോഷമായെന്ന് ചോദിച്ചു. അല്ല, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. മാണി സാറിൻ്റെ ആ ശൈലിയിലേക്ക് ജോസ് കെ മാണി വളർന്നു എന്നുള്ളത് ഇന്ന് നിവേദനം സ്വീകരിച്ചപ്പോൾ എനിക്ക് അതിന് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജോസ് ചേട്ടൻ വരണം, പാർട്ടിയിൽ വരണം, മാന്യമായ പരിഗണന തരുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോകുന്നു. പത്രസമ്മേളനം നടത്തുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ പത്രസമ്മേളനം എന്നാൽ ഒന്നുകൂടെ കാണണമെന്ന് പറഞ്ഞു. വീണ്ടും പോയി അതും പാലായിൽ തന്നെ കണ്ടു. പറഞ്ഞ സമയത്ത് തന്നെ പുള്ളി എത്തി, ഞങ്ങളെ കണ്ടു. ആ സംബന്ധിച്ച് ചില ധാരണകൾ എത്തിയിട്ടുണ്ട്. ഈ പാർട്ടി പോലെ അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പിൽ സ്ഥാനം എഴുതി കൊടുക്കുന്ന പാർട്ടിയല്ലത്. ഞാൻ വിശ്വസിക്കുന്നു പൂർണ്ണമായിട്ടും. ഞാൻ ജോസ് കെ മാണി എന്നോട് പറഞ്ഞു റോഷിയായിട്ട് സംസാരിക്കണമെന്ന്. അപ്പം ചെയർമാനും റോഷി കൃഷ്ണൻ പാർലമെൻറ്റ് പാർട്ടി ലീഡറാണ്, മന്ത്രിയുമാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, എനിക്കൊന്ന് കാണണം, ചെയർമാൻ ഇങ്ങനെ കാണണമെന്ന് പറഞ്ഞു. ജോസ് ചേട്ടാ കാര്യം പറ. ഞാൻ പറഞ്ഞു ഇന്നതാണ്. അതിനെന്തിനാണ് ജോസ് ചേട്ടൻ എന്നെ കാണാൻ വരുന്നത്? നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ചെയർമാനായിട്ട് സംസാരിച്ചു. അതിന് വെറുതെ മെനക്കെട്ട് തിരുവനന്തപുരത്ത് ഇടിക്കലൊന്നും വരണമെന്ന് പറഞ്ഞു. അവരും സംസാരിച്ചു എന്നുള്ള വിവരം അറിഞ്ഞു. പിന്നെ ഞാൻ ഒന്നുകൂടെ ചെല്ലാൻ പറഞ്ഞ് കണ്ടു, 2 തവണ കണ്ടു. പറഞ്ഞു ചില പരിഗണന എന്നോട് പറഞ്ഞു, മാന്യമായ പരിഗണന ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. വിശ്വാസമല്ലേ രാഷ്ട്രീയ പാർട്ടിയുടെ അടിത്തറയെന്ന് പറയുന്നത്. അപ്പം ഞാനിപ്പം വലിയ സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ചല്ല, പക്ഷേ എനിക്ക് അർഹമായത് അവർ തരും. അവിടിപ്പോൾ എന്നെ പിടിച്ച് ചെയർമാനാക്കുമോ? ഒന്നുമില്ലല്ലോ. പക്ഷേ കണ്ണൂരിൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേരള കോൺഗ്രസിൻ്റെ തുടക്കം മുതൽ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന PT ജോസ്, അദ്ദേഹം KM മാണിയുടെ മകനായ ജോസ് കെ മാണിയെക്കുറിച്ച് പറയുന്നത് മറ്റൊരു ചിത്രമാണ്. ജോസ് കെ മാണിക്ക് KM മാണിയുടെ ഒരു ഗുണവും കിട്ടിയിട്ടില്ല. ഈ പാർട്ടിയെ അദ്ദേഹം മറ്റൊരു തരത്തിലാണ് നയിക്കുന്നത് എന്നുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ അവറിൽ തന്നെ ഞാനത് കണ്ടിരുന്നു. ആ അഭിപ്രായത്തോട് താങ്കൾ എങ്ങനെയാണ് പറയുന്നത്? അത് PT ജോസിൻ്റെ അഭിപ്രായം. എനിക്കങ്ങനെ ഒരു അഭിപ്രായമല്ല. എൻ്റെ അഭിപ്രായം മറിച്ച. അദ്ദേഹം അന്ന് പോരാനിടയ കാര്യം, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. രാജ്യസഭയായിട്ട് ബന്ധപ്പെട്ട എന്തോ വിഷയമാണെന്ന് തോന്നുന്നു. രാജ്യസഭാ സീറ്റ് അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് അത് കൊടുക്കാത്തത് ജോസ് കെ മാണി തന്നെ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. എനിക്ക് അതിൻ്റെ അന്നത്തെ ഉള്ളുകളികളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ജോസ് രാഷ്ട്രീയം അവസാനിപ്പിച്ചു. അദ്ദേഹം ഇങ്ങനെ രാഷ്ട്രീയം അവസാനിപ്പിച്ച് വീട്ടിലിരിക്കേണ്ട ഒരാളാണോ ശരിക്കും? അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ രാഷ്ട്രീയം അവസാനിപ്പിച്ച് എൻ്റെ വീട്ടിലിരിക്കുകയില്ല. അത് അദ്ദേഹം തീരുമാനിക്കേണ്ടത്. രാഷ്ട്രീയം അവസാനിപ്പിച്ചിരിക്കേണ്ട ആളാണോ എന്ന് അദ്ദേഹം തീരുമാനമെടുക്കേണ്ടത്. അല്ല, ഈ കേരള കോൺഗ്രസുകളെല്ലാം ഒന്നിക്കണം എന്ന് താങ്കൾ പറയുമ്പോൾ PT ജോസ് അടക്കമുള്ള ആളുകൾ വീണ്ടും സജീവമായി ഈ പാർട്ടിക്കൊപ്പം ചേരണം എന്നൊരു അഭിപ്രായം കൂടി താങ്കൾക്ക് ഉണ്ടാകില്ലേ? ഞാൻ അങ്ങനെ ഒന്നും പറയുകയില്ല. ആരെക്കുറിച്ചും വ്യക്തിപരമായിട്ട് പറയുകയില്ല. കേരള കോൺഗ്രസ് ഐക്യത്തോട് താല്പര്യമുള്ളവർക്കൊക്കെ വരാം. അങ്ങനെയുള്ളവർ വരുമെന്ന് PT ജോസുമായി ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു? പക്ഷെ ഇപ്പോൾ ഒരു അഭിപ്രായത്തിൽ നേരത്തെ ഞങ്ങളൊന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലത്തുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ആ ഭാഗവും വിട്ട് ഞാൻ വേറെ പ്രവർത്തനമായിട്ട് പോയില്ല. ഞങ്ങളത് എവിടെ കണ്ടാലും ലോകമാന സ്നേഹമാണ്. കഴിഞ്ഞ തവണ LDFൻ്റെ അവസാന കാലത്ത് നടത്തിയ ഉത്തരമേഖല ജാഥയിൽ PT ജോസും ഉണ്ടായിരുന്നു, മാണി വിഭാഗത്തെ പ്രതിനിധി. ഞാൻ BA പ്രതിനിധിച്ചുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചാണ് യാത്രകളൊക്കെ പോയത്. വളരെ സ്നേഹം. പിന്നെ ഞാനും അദ്ദേഹവുമായിട്ട് യാതൊരുവിധ വ്യക്തിയുടെ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പിന്നെ അദ്ദേഹം പോകാനിടയായ സാഹചര്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് എൻ്റെ ഇന്നർ സീക്രട്ടുകളൊന്നും അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും അദ്ദേഹത്തിന് ജോസ് കെ മാണിയെക്കുറിച്ചുള്ള അഭിപ്രായമല്ല ജോസ് ചെമ്പേരിക്കുള്ളത്. എന്തായാലും ഈ കേരള കോൺഗ്രസ്സുകളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഒരു ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം, അതായത് ഈ UDFൻ്റെ സംവിധാനം രൂപീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച നേതാവാണ് KM മാണി. അപ്പോൾ ആ പാർട്ടിയുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് മാറി LDFിലേക്ക് കേരള കോൺഗ്രസ് B ആയാലും കേരള കോൺഗ്രസ് M ആയാലും നിൽക്കുകയാണ്.
ഈ പാർട്ടികൾക്ക് തുടർന്നങ്ങോട്ടും LDF തന്നെ നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടോ? അവർക്ക് സുരക്ഷിതമായ ഒരു മുന്നണി എന്ന് പറയുന്നത് UDF അല്ലേ? ഇപ്പോഴിവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അവിടെ ഉണ്ടല്ലോ ചില, അവിടെയെന്ന് പറഞ്ഞാൽ മാനസാറിനെ അപമാനിച്ചല്ലേ വിട്ടത്. അപ്പം എന്ത് വാർക്കോഴ, എനിക്കറിഞ്ഞൂടെ എന്നാ വാർക്കോഴയാന്ന്, അന്വേഷിച്ചിട്ട് ആരും ഒന്നും തെളിഞ്ഞിട്ടുമില്ല. അതിൽ അപമാനിതനാക്കിയല്ലേ പുള്ളിയെ വിട്ടത്. ശരിക്കും കോൺഗ്രസ് കൊടുക്കുകയായിരുന്നു KM മാണിയെ. കോൺഗ്രസ് ആണോ അതിന് പിന്നിൽ കളിച്ചത്? അതായത് മുന്നണി മാറ്റം എന്നുള്ള രീതിയിലേക്ക് KM മാണി ചെറിയ ആലോചനകൾ നടത്തുന്നു. അപ്പോൾ അവിടെ തളച്ചിടുക അല്ലെങ്കിൽ LDF കൊണ്ട് പ്രക്ഷോഭം നടത്തിപ്പിക്കുക എന്നുള്ളൊരു ഗൂഢൽ നീക്കം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നവരാണ്, കൃത്യമാണെന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ പറഞ്ഞേക്കരുത്. CPM-ന്റെ പാലക്കാട് സമ്മേളനത്തിലേക്ക് അവർ ക്ഷണിച്ച ഏക രാഷ്ട്രീയ നേതാവ് ആ പാർട്ടിക്ക് പുറത്തുള്ള ഇടതുപക്ഷത്തെ പലരും കാണുമായിരിക്കും, എന്നാൽ KM മാണിയായിരുന്നു. അപ്പം അദ്ദേഹത്തെ മുന്നിൽ നിർത്താം എന്നൊക്കെ എന്തോ കാരണങ്ങൾ ഉണ്ടായിരുന്നാണ് പുറമെ അറിയാം. എനിക്കറിയാത്ത കാര്യങ്ങൾ പുറമെ പറഞ്ഞു കേൾക്കുന്നത്. ചിലപ്പോൾ അദ്ദേഹം വന്ന് വിട്ടായിരുന്നു, ചിലപ്പോൾ തൽക്കാലം മുഖ്യമന്ത്രി വരെ ആക്കിന്നിരിക്കും. ഇത് മണത്തറിഞ്ഞ കോൺഗ്രസ് അവിടെ കുടുക്കി കിട്ടും. ബാർക്കോഴ ആരോപിച്ച് എത്ര അഴിമതിക്കാർ ഗവൺമെൻറ്റിലുണ്ട്, കോൺഗ്രസ്സിലില്ലേ? എവിടാ ഇല്ലാത്തത്? പക്ഷെ അത് വിഷയമാക്കി പുള്ളി അവിടെ തളച്ചിട്ടു. അപമാനിതനായിട്ടാണ് പുള്ളി അവിടെ നിന്ന് ഇറങ്ങുന്നത്. അത് KM മാണിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും അദ്ദേഹം ബുദ്ധിയില്ലാത്ത ആളാണ്. നല്ല കേരള രാഷ്ട്രീയത്തിലെ നല്ല തുളഞ്ഞ ബുദ്ധിയുള്ള ആളാണ് അദ്ദേഹം. കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിലും പുള്ളി അതൊന്നും കാണിച്ചില്ലല്ലോ. അദ്ദേഹം അന്ന് പൊതുവെ UDP പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ 3 പേരാ ഭരിക്കുന്നതായിരുന്നു ഒരു ആക്ഷേപം. കുഞ്ഞൂഞ്ഞ്, കുഞ്ഞുമാണി, കുഞ്ഞാപ്പ. ഇവർ 3 പേരാ മുന്നണിയെ നിയന്ത്രിക്കുന്നതായിരുന്നു പുറമേ ഉള്ള ആക്ഷേപം. അപ്പം അങ്ങനെ ഉള്ള ഒരാൾ അപമാനിതനായിട്ട് അവിടെ നിന്ന് പോന്നു. LDF സ്വീകരിച്ചു. അപ്പം പിന്നെ അങ്ങോട്ട് വീണ്ടും തിരിച്ചു പോകേണ്ട പ്രശ്നങ്ങളൊന്നും ഇപ്പം മുന്നണി ഞാൻ കാണുന്നില്ല. ഇനി ഭാവിയിൽ വല്ലതും ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? കേരള കോൺഗ്രസിന്റെ ഒരു മുന്നണി എന്ന് പറയുന്നത് അത് ഐക്യ ജനാധിപത്യ മുന്നണിയാണോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണോ? ഈ മധ്യ തിരുവിതാംകഞ്ഞി മലബാറിനെ സംബന്ധിച്ചിടത്തോളം മലബാർ പ്രത്യേക രാഷ്ട്രീയമാണ്. ഇവിടെ CPM ഒക്കെ ഞങ്ങൾ ഇവിടെ സഹകരിച്ചു പോകുന്നതല്ല. മധ്യ തിരുവിതാംകൂറിൽ ഇനി കോൺഗ്രസ്സുകാരുമായിട്ടാണ് UDF കൂടെ അടുപ്പമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നിലവിൽ ഇപ്പോൾ ഈ മുന്നണിയിൽ ഭദ്രമാണ്. 3ാമത്തെ മുന്നണിയിലെ കക്ഷിയായി. ഒരു കുഴപ്പം. പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ കയ്യിലുണ്ടായിരുന്ന സീറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. പാലയിൽ ജോസ് കെ മാണി പരാജയപ്പെടുന്നു. അപ്പോൾ ഈ കേരള കോൺഗ്രസിന്റെ അണികൾക്ക് തന്നെ LDF അത്ര ദഹിച്ചിട്ടുണ്ടോ എന്നൊരു കാര്യത്തിൽ ഒരു സംശയം ഇല്ല ഉണ്ടോ? തോൽവി വലിയ കാര്യമൊന്നുമില്ല. തോക്കാത്ത ആരാവുള്ളത്? ആരാ തോക്കാത്തുള്ളത്? അല്ല, ഇങ്ങനെ ഒരു കെ കരുണാകരൻ തോറ്റിട്ടുണ്ട്, VS അച്യുതാനന്ദൻ തോറ്റിട്ടുണ്ട്, കെ മുരളീധരൻ തോറ്റിട്ടുണ്ട്, ഇപ്പം തന്നെ തോറ്റില്ലേ. പിന്നെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഞാൻ കാര്യമായിട്ടിരിക്കുന്നില്ല. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥികളെ ഭൂരിപക്ഷം കുറഞ്ഞ ആളാണ് ചാടിക്കാടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. UDF ജയിച്ച ചില സ്ഥാനാർത്ഥികളെ ഭൂരിപക്ഷം കേട്ട് ബോധം കെട്ടുവിടുന്നു വാർത്ത വരുന്നുണ്ട്. ചിലർ അവർ പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷമാണ് കിട്ടുന്നത്. അത്ര ഒരു ഇടതു മുന്നണിക്കെതിരായ ഒരു ജനവികാരം തന്നെയല്ലേ, ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് തന്നെയല്ലേ താങ്കളുടെ പാർട്ടി അടക്കം വിലയിരുത്തിയിട്ടുണ്ടാവുക? ഭരണവിരുദ്ധ വികാരം ഉണ്ടല്ലോ. കാരണം ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ള രീതിയിലാണല്ലോ CPM-ൽ തന്നെ പിന്നീട് നടന്ന ചർച്ചകൾ. അത് സത്യമായ കാര്യം. അവ പല എല്ലാം ഭരണവിരുദ്ധകാരുണ്ടെന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് പിണറായി വിജയൻ്റെ ശക്തി ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായി. ആദ്യം അദ്ദേഹത്തെ വിളിച്ചത് രാഹുൽ ഗാന്ധിയാണെന്ന് പറഞ്ഞില്ലേ? 2ാമത് പ്രധാനമന്ത്രിയാണ് പറഞ്ഞത്. എത്ര ഭംഗിയായിട്ട് അദ്ദേഹം എല്ലാം ഏകോപിപ്പിക്കുന്നത്. അതൊരു ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു ചങ്കൂറ്റം എന്ന് പറയുന്നത് അത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. അതിപ്പോൾ നമ്മൾ കാണുന്നുമുണ്ട്. അതിൽ കക്ഷി ഭേദമില്ല, ആരുമില്ല. അങ്ങനെ അത് കുഴപ്പമില്ല. പിന്നെ എനിക്ക് ഈ സമയത്തൊന്ന് പറയാനുള്ളത്,
രാജ്യത്ത് നടക്കുന്ന അത് പ്രകൃതിക്ഷോഭം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്ന ശക്തനായൊരു നേതാവാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇന്ത്യ മുന്നണിയുടെ നേതാവുമാണ്. സ്റ്റാലിൻ ഇന്ത്യ മുന്നണിയിലെ ശക്തനായ നേതാവാണ്. അതുപോലെ ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു ശക്തനായ നേതാവ് മുഖ്യമന്ത്രിയാണ് നമ്മുടെ പിണറായി വിജയൻ. ഈ അനുകൂല സാഹചര്യം മുതലാക്കി മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയാൻ ശക്തമായ തീരുമാനം ഈ സർക്കാർ എടുക്കണമെന്നാണ് എൻ്റെ ഇത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ അഭിപ്രായം, എൻ്റെ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം. കേരള കോൺഗ്രസ് എമ്മിന് അത്തരത്തിലുള്ള ഒരു പറയാനുള്ളൊരു ധൈര്യം ഈ മുന്നണിയിൽ നിന്നുകൊണ്ട് ഉണ്ടാകുമോ? തീർച്ചയായിട്ടും മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ പറയുന്നത് എന്നാ ബുദ്ധിമുട്ട്. കാരണം മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇതിന് പ്രസക്തി വരുന്ന വയനാട് ദുരന്തം കണ്ടില്ലേ? കുടിയേറ്റക്കാരാണ് അവിടെ ശല്യം ഉണ്ടാക്കുന്നത്. ഉൾപൊട്ടിയത് വനത്തിലല്ലേ? മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് 50 വർഷത്തേക്ക് സാങ്കേതിക വിദഗ്ധർ അതിൻ്റെ ഒരായുസ് പറഞ്ഞിട്ടുള്ളൂ. 135 കൊല്ലം മുമ്പ് ചുണ്ണാമ്പും ഈ ചെളിയും കൂടി കലർത്തിയ സുർക്കി ഉപയോഗിച്ച് കിട്ടിയ കല്ലുകളാണ്. അതെല്ലാം ഒരുപാട് ഒലിച്ചുപോയി. അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ 3 ജില്ലകൾ 3 ജില്ല തകരും. അപ്പോൾ തമിഴ്നാടിന് എന്താ വേണ്ടത്? വെള്ളം. നമ്മുടെ പുതിയ മുദ്രാവാക്യം തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് പിണറായിക്ക് അത് കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എല്ലാവരെയും ഒത്തുകൂട്ടി ഒരു തീരുമാനമെടുത്താൽ പണം ഇങ്ങോട്ട് വരും, ഒരു ബുദ്ധിമുട്ടുമില്ല. രാഹുൽ ഗാന്ധി അതിൻ്റെ രംഗത്ത് വരും. സ്റ്റാലിന് വെള്ളം കിട്ടിയാൽ പോരാ, ഇന്ന വെള്ളം പണമൊന്നും ഇല്ലല്ലോ. പുതിയ ഡാം പണിയാം, അതിന് പണം വരും. വിദേശത്ത് എന്തുമാത്രം പണമുള്ളവരുടെ മലയാളികളുണ്ടെന്ന് പറയാം. അവരുടെ എല്ലാം പൂർവീകർ കഴിഞ്ഞത് ഇപ്പം കഴിയുന്നതൊക്കെ ആ മേഖലകളിലാണ്. അവരൊക്കെ പണം തരും. ഇതൊന്നും വേണ്ട. നമ്മുടെ ജനസംഖ്യ അറിയാമല്ലേ കേരളത്തിൻ്റെ? ഒരു വ്യക്തി 100 രൂപ വെച്ച് മുല്ലപ്പെരിയാർ ഡാമിന് വേണ്ടി തരണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭിക്ഷ എടുത്ത് കഴിക്കുന്നവരെ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. 100 രൂപ എന്ന് വല്ലവർക്കും ഒരു ചായക്കടയിൽ കയറി ചായ കുടിച്ചിറങ്ങണേ 100 രൂപ മതിയോ? അപ്പം 100 രൂപ വെച്ച് തരണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ ജനസംഖ്യയെ 100 കൊണ്ട് കൂടുക്കി എത്ര കോടി വരുമെന്നും കാണാം. നമുക്ക് ഡാം കെട്ടാം. ഞാൻ ഏറ്റവും ഗൗരവം കണ്ടത് നമ്മൾ പ്രതീക്ഷിച്ചതാണോ ഇവിടുത്തെ വയനാട്ടിലെ ദുരന്തം? അതുപോലെയാണോ മുല്ലപ്പെരിയാറിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആർക്ക് താങ്ങാൻ കഴിയും? ഒന്നും കഴിയില്ല. അതുകൊണ്ട് ആ ഒരു തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്ത്, അപ്പം ജോസ് കെ മാണിക്ക് അഭിപ്രായം പറയുള്ളൂ, ചർച്ച ചെയ്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി ധൈര്യമായി മുന്നോട്ട് വന്നാൽ കേരളത്തിന് സുരക്ഷയും കിട്ടും, തമിഴ്നാടിന് വെള്ളവും കിട്ടും. ഇതുപോലെ അനുകൂലം ഇനി വരികയില്ല. ഇതെല്ലാം ഇന്ത്യ സഖ്യത്തിൽപ്പെട്ടവരാ. രാഹുൽ ഗാന്ധി വളരെ തന്മയത്തോടെ ഇടപെടുകയും ചെയ്യും. അതെൻ്റെ വലിയ സ്വപ്നമാണ്. അത് ഞാൻ ഇത്രയും പറഞ്ഞത് മുല്ലപ്പെരിയാറിനെക്കുറിച്ച് കുറേ പഠനങ്ങൾ ഞാനും നടത്തി എൻ്റേതായ രീതിയിൽ. അത് വെച്ച് നോക്കുമ്പോൾ 50 വർഷം പഴക്കമുള്ള ഡാം ഇപ്പം 135 കൊല്ലമായി. എല്ലാത്തിനും മനുഷ്യനായുസില്ലേ? വൃക്ഷത്തിനില്ലേ? വൃക്ഷം ഒരു കാലഘട്ടം കഴിയുമ്പോൾ അതിൻ്റെ വേരുണങ്ങും, സ്വയം ഉണങ്ങിപ്പോവും, അല്ലെ കാറ്റ് പോകുമ്പോൾ വേറെ ദുർബലമായിട്ട് മറിഞ്ഞു വീടും. മൃഗങ്ങൾക്കില്ലേ? ആയുസില്ലാത്ത ആയതിനുള്ളൂ. വാഹനങ്ങൾക്കൊരായുസില്ലേ? കമ്പനി പറയുന്നില്ല ഇത്ര വർഷമൊന്നും, അത്രയും ആയുസുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അപകടങ്ങളുണ്ടാകും എന്ന് പറഞ്ഞതുപോലെ ഇത് കേരളത്തിന് ചിന്തിക്കാൻ കഴിയുന്നതോ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഭീകരമായ ഒരു അനുഭവമായിരിക്കാം. അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കതേ കഴിയുക, ദൈവം തീരുമാനിക്കുക. എന്ന് വെച്ചാൽ ദൈവത്തിനും സുരക്ഷ നൽകാൻ ഒരു പരിധിയുണ്ട്. താൻ ബാധ്യ ദൈവം ബാധ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ പ്രവർത്തിച്ചാൽ ബാക്കി ദൈവം കൂട്ടിത്തരും. അല്ല ഇപ്പം ദൈവം താങ്ങുമെന്നും പറഞ്ഞാൽ ഞാൻ ഒരു 10 നില ബിൽഡിംഗ് താഴോട്ട് കയറി ദൈവം താങ്ങത്തില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. ഇപ്പം ദൈവത്തിൻ്റെ ഒരു കടാക്ഷം കൊണ്ട് മാത്രം കുറേ വിശ്വാസികൾ കേരളത്തിലുള്ളതുകൊണ്ട് മാത്രം പൊട്ടാതിരിക്കുന്ന എത്ര ഇത് പിടിക്കും വരാൻ പറ്റും. അതുകൊണ്ട് അതിലേക്ക് വരണം. ശക്തമായ അഭിപ്രായം. എന്തായാലും കേരള കോൺഗ്രസ് ബിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ആ പാർട്ടി വിട്ട് കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്ന ജോസ് ചെമ്പേരിയാണ് കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ അതിഥിയായി ഈ ആഴ്ച നമ്മളോടൊപ്പം
ചേർന്നത്. അദ്ദേഹം വളരെ വിശദമായി തന്നെ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചു. കേരള കോൺഗ്രസുകൾ ഏകീകരണം അത് അനിവാര്യമാണ്. ഒറ്റ കേരള കോൺഗ്രസ് എന്ന സ്വപ്നത്തിലേക്ക് എല്ലാവരും എത്തണം. എന്നാൽ മാത്രമേ ആ പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ ഒറ്റ കേരള കോൺഗ്രസിന് മാത്രമേ കഴിയുകയുള്ളൂ. ഓരോ നേതാക്കൾക്കും ഓരോ പാർട്ടി എന്നത് ഈ പാർട്ടിയുടെ കേരള കോൺഗ്രസിൻ്റെ ശക്തി ക്ഷയിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കേരള കോൺഗ്രസ് ബി അടക്കം കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അത് KB ഗണേഷ് കുമാറിനോട് തന്നെ നേരിട്ട് പറഞ്ഞു. പക്ഷേ അതിന് അദ്ദേഹം ചെവി കൊടുത്തില്ല. അതാണ് താൻ പാർട്ടി വിടാൻ കാരണമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള കോൺഗ്രസിന് കേരള രാഷ്ട്രീയത്തിൽ വലിയ ഭാവിയുണ്ട്. സംസ്ഥാന രാഷ്ട്രീയ പാർട്ടിയായി രാജ്യത്ത് ആദ്യം രൂപീകരിക്കപ്പെട്ട കേരള കോൺഗ്രസ് ഇന്നും ശക്തമായി നിലനിൽക്കുന്നത് അതിന് വലിയ ജനപിന്തുണ ഉള്ളതുകൊണ്ടാണ്. അതിങ്ങനെ ചിന്നിച്ചിതറി നിൽക്കുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഗുണമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഈ സംഭാഷണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മുല്ലപ്പെരിയാറിൽ ഡാം, തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ, അത് നടപ്പാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കഴിയുന്ന ഒരു സമയം ഇതാണ്. അത് പ്രയോജനപ്പെടുത്തണം എന്നൊരു അഭ്യർത്ഥന കൂടി കേരള കോൺഗ്രസിൻ്റെ കഴിഞ്ഞ 5 പതിറ്റാണ്ടോളം ഈ പാർട്ടിക്ക് ഒപ്പം നടക്കുന്ന കർഷക നേതാവ് കൂടിയായ ജോസ് ചെമ്പേരി വ്യക്തമാക്കുകയാണ്. എന്തായാലും കണ്ണൂർ വിഷനോട് ഇത്രയും സമയം ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ ജോസ് ചെമ്പേരിക്ക് തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരിടുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.